ഇന്ന് സ്കൂളിൽ ലീവ് ആയതുകൊണ്ടേ BMOളും ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കുറച്ച് അബിയു പറിക്കാണ്ട്. നമ്മൾ ഫസ്റ്റ് അബിയു പറിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്താണ്. അതിന് ശേഷം കുറേ അബിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പറിച്ചുകൊണ്ടുപോകും. ഇന്ന് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? കൂടുതലല്ല, എന്നും കുറേ ദിവസം പറിക്കട്ടെ അറിയാം. ഞാൻ പറയും കുറച്ചായിട്ട് പറിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ അബിയു നിൽക്കുന്നതേ ഒരു സ്ഥലക്കുറവുണ്ട് ഇവിടെ. അപ്പം ഒന്ന് അതൊക്കെ അബിയു കാണിച്ചു കൊടുത്ത്. ഇതാ ഇവിടെ ഒരു അബിയു. പിന്നെ ഇവിടെ ബിയെ കണ്ടത്, ബിയ കുറെ കാണിച്ചു തന്നീനല്ലോ. അതെ മേലെ കേട്ടോ, നല്ല വെയിലും ഉണ്ട്. പക്ഷെ അബിയുവിന്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ. അങ്ങോട്ട് കയറിയാൽ ഉപ്പച്ചി അങ്ങോട്ട് വല്ല വരാം, ഇതില് വഴിയില്ല. കാണുന്നുണ്ട് അബിയു? ഇനി ഞാൻ വല്ലാണ്ട് കയറട്ടെ. ഇവിടെ നമ്മൾ ചട്ടി വെച്ചതുകൊണ്ടേ എന്തായാലും ചട്ടി മാറ്റണം. നമുക്കിന്ന് അബിയുവിന് കുറച്ച് വളം കാര്യമൊക്കെ ഇട്ട് കൊടുക്കും വേണം. അബിയുവിന്റെ തൊട്ടടുത്ത് തന്നെ ഫുലാസാന്റെ മാരും എല്ലാം അടുപ്പിച്ചാ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്നാൽ നല്ല AC ആട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ നല്ല പഴുത്തത് ഇവിടെ ഉണ്ട്. അപ്പുറത്തെ പിന്നെ വലിയ പറിക്കല്ലേ. പിന്നെ നമ്മളെ അബിയു വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. പക്ഷെ ഇത് നല്ല ജയിന്റ് അബിയു കേട്ടോ, നല്ല ഇനത്തിൽപ്പെട്ട അബിയു തന്നെയാണ്. വലിപ്പമില്ലാത്തതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങള് ഈ അബിയു പ്രാവശ്യം ഉണ്ടായ സമയത്ത് നമുക്ക് കാപ്പിയറിയുടെ തിരക്കായിരുന്നു. അതുകൊണ്ട് വളവും കാര്യങ്ങളൊന്നും കറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. ശരിക്കും ആ സമയത്ത് നല്ല ജൈവവളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കായ്കളൊക്കെ നല്ല വലുപ്പം ഉണ്ടാവുമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കുറച്ച് ഇതിൽ വലുപ്പമുണ്ടായില്ല ബിയനോടാ ചോദിക്കുന്നത്, കുഞ്ഞോളിന്. അത് നല്ല വലുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നൊക്കെ വലുപ്പമുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് വെച്ചൊക്കെ വളരെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒക്കെ മൂത്ത് പോയിട്ടുണ്ട്. ഇനി വലിയ വലുപ്പമൊന്നും വെക്കൂല. അപ്പോൾ ഇഷ്ടം പോലെ ഇനി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെയൊക്കെ. ഇത് ഇനി സെറ്റായി കിട്ടാനേ നമുക്ക് ഇന്ന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുക്കണം. നല്ല പഴുത്തതാ, ജയിൻ്റെ അബിയു ആണ്. പക്ഷെ രണ്ടെണ്ണമൊക്കെ കൂട്ടി വെക്കണം ഒരു വലുതിൻ്റെ ഒക്കെ വലുപ്പം കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത്രയും ചെറുതായി. ഇനി ആ സൈഡിലില്ലേ നമുക്ക് താഴെ ഉള്ളത് പറിച്ചിട്ട് മുകളിലേക്ക് കയറാം കേട്ടോ. നല്ല സൂപ്പർ സാധനം, നല്ല പഴുത്തതാണ്. ഇത് കണ്ടില്ലേ, ഇനി വലിപ്പം ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഇത് മൂത്ത് പോയത്. ഇനി അങ്ങോട്ട് ഇതിന് വളരാനുള്ള ഇതില്ല, വളവും കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടാഞ്ഞിട്ടാ. തുടക്കത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ആ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നല്ല വലുപ്പമായി വരണം. അതിലോട്ട് എത്തിയില്ലത്. ഇതും അങ്ങനെ തന്നെ കേട്ടോ, ഇത് ബാച്ചിലുള്ളതാണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ എന്തായാലും അധികം വലുപ്പം വെക്കാതെ തന്നെ മൂത്ത് പോവും. അപ്പൊ എന്താ ചെയ്യുക, നമുക്ക് വളം കൊടുത്തിട്ട് അത് അടുത്ത് ഉണ്ടായി കിട്ടും. നമുക്ക് എന്തായാലും സെറ്റാക്കി എടുക്കണം. നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ അതായത് പൂക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് വളം കൊടുക്കണം. അപ്പൊ കായ്കളൊക്കെ നല്ല പിടിച്ചും കിട്ടും. അവിടുന്ന് അങ്ങോട്ട് അത് വണ്ണം വെച്ചൊക്കെ വരണം. അതായത് വിട്ടുപോയി, നമ്മൾ തിരക്കായി പോയതുകൊണ്ടാണ്. കറക്റ്റ് കാപ്പിയറിയുടെ സമയത്താണ് ഇത് നല്ല പൂത്തുണ്ടായത്. അതിൽ കുറച്ച് കായ്കൾ പിടിച്ചു കിട്ടിട്ടോ. അതിൽ ആ ഫസ്റ്റ് നല്ല വലുപ്പം. ഇനി ഇത് കണ്ട, ഇതൊക്കെ നമ്മളെ ചെറിയ എഗ് ഫ്രൂട്ട് ഇല്ലേ, മുട്ടപ്പഴത്തിന്റെ ഒക്കെ അത്രേ ഉള്ളൂ അല്ലേ. എന്നാ ബിയ നല്ല ഇരുത്താണ്. തണുപ്പ് കിട്ടിയപ്പോഴേ ഇത് നട്ട ആളെ അനിയനെ നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു. ഓനക്ക് പറിക്കാനുള്ള ഭാഗ്യമില്ല. അപ്പോഴത്തേക്ക് ഓന് 10 ദിവസം ലീവിന് വന്നപ്പോൾ അത് ആയിട്ടില്ലേനു. ഓൻ പോയി. 2 വർഷം കൊണ്ട് അബിയു ആയിട്ടോ, പെട്ടെന്നാവുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും നട്ടുണ്ടാക്കിയാലേ. നമ്മളിവിടെ വയനാട്ടിലൊക്കെ നല്ല ക്ലൈമറ്റിലൊക്കെ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എവിടെ കണ്ടോ, ഇത് ഇലന്റെ മറവിലായിട്ടേ കാണുന്നില്ലതാ. ഇത് അത്യാവശ്യം നല്ല ആയതാ. വയനാട്ടിലെന്നല്ല, പൊതുവെ നമ്മളെ കേരളത്തിലൊക്കെ അബിയു എല്ലായിടത്തും ഉണ്ട്. ചിലതുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഉള്ള വളം വലിച്ചെടുത്തിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ നല്ല നനയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ റിസൾട്ടും ഉണ്ട്. അടിയിലൂടെ നമ്മൾ ഓസ് ഇട്ട് കൊടുക്കല, 2 നേരം അത്യാവശ്യം നനവുണ്ട്. കഴിഞ്ഞില്ലേ, ഇഷ്ടം പോലെ. ഈ പൂക്കളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നനവും വേണം അനുസരിച്ച്. അവിടെ നല്ലൊരു ഇതൊക്കെ. ഇത് കുറച്ചുകൂടെ അന്ന് ചെറുതില്ലേ, നമ്മൾ ഫസ്റ്റ് ബാച്ച് ആയിലുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അന്ന് ചെറുതുള്ളത് നമ്മൾ നനച്ചതിന് ശേഷം കുറച്ചുകൂടെ വലുപ്പം വെച്ച് വരുന്നുണ്ട്. അത് ചിലപ്പോൾ അടുത്തതാവുന്നതും ഇനി പിടിക്കാനുള്ളതും ചിലപ്പം വലുപ്പം വെച്ച് വരും. ഇപ്പൊ കഴിഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ മോൾ ഭാഗം ഒന്ന് പ്രൂൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വല്ലാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റൊക്കെ പിടിക്കും. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് നട്ടിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കാറ്റ് പിടിച്ചിട്ട് കെട്ടി കൊടുത്താണ്. അവിടെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ലാഞ്ചും കാറ്റ് വരുമ്പോൾ. മോളെ ഈ സ്റ്റാൻഡൊക്കെ മാറ്റട്ടെ. നിങ്ങൾ അവിടെ ഒന്നില്ലല്ലോ. എന്നാലും ഇത്രയും കിട്ടിയില്ലേ, നോമ്പല്ലേ, ജ്യൂസ് അടിക്കാനുള്ള സംഭവം കിട്ടി. ഇവിടെ ഇരുന്നോ, അടിപൊളി അബിയു. ഇപ്പം മുറിക്കണ്ട, അബിയു മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ നമ്മൾ ആപ്പിളൊക്കെ ചെത്തിയ പോലെ ആ കളർ മാറും കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ജ്യൂസ് അടിക്കാം അല്ലേ. ഫസ്റ്റത്തൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കുക ചെയ്തത്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നു വിളന്നെ കഴിക്കല് കേട്ടോ. എത്ര കുരുണ്ട് ഇതില്? ഒറ്റ സീഡേ ഉള്ളൂ, നല്ല വലിയ സീഡായിട്ട് സെന്ററിൽ. അപ്പൊ അതിങ്ങനെ കിട്ടണമെങ്കിൽ കറക്റ്റ് കട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോയിലൊക്കെ കട്ട് ചെയ്യുന്ന കാണിച്ചാൽ
ഇപ്പം കട്ട് ചെയ്ത് വെച്ചാൽ അത് കേട് വരും. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇന്ന് അബിയു ജ്യൂസ് അടിക്കാം അല്ലേ, കരിക്കൊക്കെ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഇളനീരിൻ്റെ അങ്ങനെയല്ല, ഇളനീരിൻ്റെ ഒരു ഫ്ലേവർ, ഒരു ചൊവയാണ് ഇതിന്. അപ്പം അത് ജ്യൂസ് അടിക്കാം. എല്ലാം ജ്യൂസ് അടിക്കില്ല, അപ്പം ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല അടിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ അബിയു കാണിച്ചപ്പോഴൊക്കെ. ഇത് നോക്കാം അസോള, ഇത് നമ്മളത് ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ആമ്പലുണ്ടായിരുന്നു, നിറച്ച് പ്ലാറ്റി ഉണ്ട് കേട്ടോ, അതിൽ മീനുണ്ട്. അങ്ങനെ ആമ്പൽ ഷെയ്ഡ് കൂടിയപ്പം ആമ്പൽ പോയി. എല്ലാത്തിനും കുറച്ച് സൂര്യപ്രകാശം വേണം. ഇപ്പം നിറച്ചത് അസോള ഉണ്ടായിട്ടുണ്ട്, നല്ല സൂപ്പർ അസോള. അത് പച്ചപ്പിള്ള ആമ്പൽ സെറ്റ് ചെയ്തൊരു ബേസൺ ഉണ്ട് ഇതിൽ. ബേസണിൽ മണ്ണ് നിറച്ചിട്ട് ആമ്പൽ സെറ്റ് ചെയ്താണ്. ഇഷ്ടംപോലെ പ്ലാറ്റിയും ഇതുണ്ട് ഷോട്ടയിൽ. ഇനി നമുക്ക് സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ അബിയുവിന് കുറച്ച് വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അബിയുവിൻ്റെ അടിഭാഗം കണ്ടില്ലേ. തൊട്ടടുത്ത് നമ്മളൊരു ടാങ്ക് ഉണ്ട്, അപ്പുറത്ത് പുലാസാന്, അപ്പുറത്ത് വേറെ കവുങ്ങ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് സ്പേസ് ഇല്ല ഇവിടെ. അപ്പം നടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കല്ലൊക്കെ വെച്ചിരുന്നു, വെള്ളമൊക്കെ നിൽക്കാനൊക്കെ കെട്ടിവെക്കാനൊക്കെ ആയിട്ട്. കെട്ടിവെക്കല നനവൊക്കെ പോകാതെക്കാനായിട്ട്. അതൊക്കെ എന്താ വെട്ടലിൻ്റെ പീസൊക്കെ അതൊക്കെ എടുത്ത് മാറ്റാം നമുക്ക് കേട്ടോ. ഡെയിലി നനയ്ക്കുന്നുണ്ട്, എന്നിട്ട് നോക്ക് വലിഞ്ഞു പോകുന്നുണ്ട്. നല്ല വെയിലാണ്. ഇതൊക്കെ അന്ന് വെച്ചതാ. അല്ല, അത് മൊത്തത്തിൽ അന്ന് കല്ലിങ്ങനെ തടം പോലെ വെച്ചു കൊടുത്താൽ മതി. ഇത് ചെരിഞ്ഞില്ലേ, ചെരിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വലിച്ച് കെട്ടിയപ്പം ഈ പീസ്, കല്ലിൻ്റെ പീസ് കൊണ്ട് വെച്ചത്. നമ്മൾ താഴ്ത്തിയിട്ടില്ല, ചെരിഞ്ഞ് പോകാതെക്കാണ് കാറ്റിന്. അതാണ് കരിങ്കല്ല് വന്നത്, 2 കരിങ്കല്ല് വെച്ചതായിരുന്നു. പക്ഷെ അന്ന് നിർത്തിയപ്പോൾ നന്നായിട്ടോ. അത് പിന്നെ വേര് സെറ്റായപ്പോൾ ചെറിയൊരു വളവ് വന്നില്ലേ, നേരെ കുത്തനുള്ളതായിരുന്നു. കുറച്ച് കളയൊക്കെ ഉണ്ട്. കള അധികം മുളക്കാത്ത നല്ല ഷെയ്ഡാണ്, അത് കള അങ്ങനെ വരില്ല. അത്ര ഷെയ്ഡ് ഉണ്ടായിട്ടും തണുപ്പില്ല എന്ന് പറയാം. നമ്മൾ അത്രയും ഓസ് വെച്ചിട്ട് നനയ്ക്കലുണ്ട്. ഇപ്പോഴത്തെ ചൂട് അങ്ങനെയല്ലേ. ഒരു മുല്ലേൻ്റെ വള്ളിയാട്ടോ. പുലാസാനതാ ഞാൻ ഓസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചപ്പന്നെ ഇട്ടിട്ട് പുതട്ടതാ കേട്ടോ. അതാണ് പൈപ്പ്. ഇവിടെ ഓസിൽ വെള്ളം പോകണ്ടാവും. അങ്ങനെ വെള്ളം തണുപ്പിന് അങ്ങനെ അല്ല വെച്ച വെള്ളത്തിന് നല്ലൊരു വലിഞ്ഞു പോലും കേട്ടെന്ന്. അപ്പം പിന്നെ ചോട് എന്ന് പറയാൻ ശരിക്കും വട്ടം ചെത്താനുള്ളൊരു സ്ഥലം ഇവിടെ ഇല്ല. അനിയനാണെങ്കിൽ എല്ലാം ഓനെല്ലാം നടുവും. ഉള്ള സ്ഥലത്ത് ഒഴിവ് നോക്കി നടുന്നോണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഒഴിവ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വെളിച്ചമുള്ളത് നോക്കിയിട്ടാണ് നടുന്നത്. അപ്പം അടുപ്പിച്ചടുപ്പിച്ച് നടും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നട്ടിട്ടുള്ളത് കുരങ്ങിൻ്റെ ശല്യമുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് പുലാസാൻ ഇങ്ങനെ പൂക്കുന്നുണ്ട്. സെറ്റായി കിട്ടും. ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് പൂത്ത് പിടിച്ചില്ല, പിന്നെ സെറ്റായി. അങ്ങനെ എല്ലാം റെഡിയായി വരണം. കളയൊക്കെ നീക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ വളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടമുണ്ട് ഇതിൽ, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇതൊക്കെ ശരിക്കും ആ ഫസ്റ്റ് പൂത്ത സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലോ നമ്മൾ അബിയൊക്കെ എത്ര ഉണ്ടാവും, വലിയ അബിയായിരിക്കും. എന്താ വെച്ചാൽ അനിയൻ ആദ്യം പറഞ്ഞത് ജൈൻ്റ് അബിയാണ്, അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. സീഡാ അബിയോയിൽ. പിന്നെ നമ്മൾ സീഡാട്ടോ, എല്ലാവർക്കും കുഴിച്ചിട്ട് പെട്ടെന്ന് അബി ഉണ്ടാവും. അബി ബെഡ് തൈ അങ്ങനത്തെ ഒന്നുമല്ല, സീഡാണ്. പിന്നെ ഇതിലുള്ളത് ആട്ടിൻകാഷ്ടമുണ്ട്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ചകിരിച്ചോറ് അങ്ങനെ ഇത് നമ്മൾ ഈ സമയത്തൊക്കെ ഈർപ്പം നിൽക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ചകിരിച്ചോറും കൂടെ കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് റൗണ്ടിൽ ഇട്ട് കൊടുക്കാം. ശരിക്കും തടം തുറക്കാനുള്ളൊരു ഗ്യാപ്പ് കൂടെ ഇല്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഈ മുല്ലേൻ്റെ ചുവടൊക്കെ ഇവിടുന്ന് പറിച്ച് മാറ്റണം. ഇപ്പം പറിച്ച വാടിപ്പോകും. അത് മാറ്റിയിട്ട് ഇവിടെ ശരിക്കും തടം തുറക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം. ഇങ്ങോട്ട് പിന്നെ കണ്ടില്ല നമ്മൾ ചട്ടികളൊക്കെ വെച്ചതാണ്. ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കല്ല് മാറ്റിയതിന് പകരം എന്തായാലും ഈർപ്പൊക്കെ നിൽക്കാനൊക്കെ നല്ലതുമാണ്. ചകിരി. ഇത് നമ്മൾ തേങ്ങ പൊളിച്ചതിൻ്റെ ആണ്. നമ്മൾ ഉണക്കാൻ വേണ്ടി പൊളിക്കുന്നത് വെട്ടി പൊളിക്കില്ല. അതിലാകുമ്പോൾ ചിരട്ട ഉണ്ടാവും. ഇത് ചിരട്ട ഇല്ലാത്ത നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് അരയ്ക്കാനൊക്കെ ഉള്ള തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരി കേട്ടോ. അപ്പം അതിങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കാം അല്ലേ. എല്ലാ ചെടികൾക്കും ഇതുപോലെ ചകിരിയൊക്കെ വെച്ചിട്ട് തടം വെച്ച് കൊടുത്താലൊക്കെ നല്ലതാണ്. തടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലൊക്കെ നല്ല തണുപ്പും കിട്ടും. വെള്ളമൊക്കെ അവിടെ അങ്ങനെ തങ്ങി നിന്നോളും. അത് പിന്നെ നിരന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ തടത്തിന് ചുറ്റും
ചകിരി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കല്ലൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പോവാതൊക്കെ ഒന്ന് ബ്ലോക്കായി നോട്ടെ. ഇവിടെ കുറച്ച് ചകിരി ഉണ്ടായിന്. ആ ചകിരി ഇങ്ങനെ ഇതന്നെ ചകിരി ചോറ് നമ്മളെ. എന്തായാലും നല്ല തണുപ്പ് നിന്നോളൂ. അതൊക്കെ ഇങ്ങനെ ചെതറി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇതുണ്ട്. ഇനി ശരിക്കും നമ്മൾ ഇതിനെ കുറച്ച് കണ്ട് ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജൈവവളമൊക്കെ ഇട്ടില്ലേ, ഇനി കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. യൂറിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൊട്ടാഷ് വേണം. പൊട്ടാഷിലാണ് നമ്മൾ കായ്കളൊക്കെ നല്ല സെറ്റായി കിട്ടിയാൽ വണ്ണം വെച്ച് വരാനും പിടിച്ചു കിട്ടാനൊക്കെ നല്ല പൊട്ടാഷാണ്. അപ്പം അതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ബിയമോൾ എവിടെയും മുങ്ങിയില്ലേ? ഓള് എന്തോ കടിച്ചു കയറിയിട്ട് ഓടിയതാണ്. ഇങ്ങോട്ട് എന്താ അവിടെ പോയി നല്ല പണിയാ മണ്ണിൽ നനച്ചു കൊടുക്കാം. ഈ ഓസ് വലിച്ചു തരാൻ ഏൽപ്പിച്ചതോ നേരത്തെ. നമുക്ക് ആദ്യം നമ്മള് ഇട്ട വളങ്ങളൊന്നും നനച്ചു കൊടുക്കാം. ഓസ് കുറവാണ്, അത് ലോങ്ങിന് വരുന്നുണ്ട്. ചകിരിയൊക്കെ നനഞ്ഞോട്ടല്ലേ കൊണ്ട്. ഇനി നമ്മള് അടിയിൽ അങ്ങനെ കുറച്ച് സമയം കേട്ടോ, ഒരു 10-20 മിനിറ്റ് ഒക്കെ ഇങ്ങനെ 2 നേരം നനച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി എന്തായാലും നമ്മൾ അബി എന്തായാലും വലുതായിരിക്കും. നമുക്ക് ഇതൊക്കെ സെറ്റ് ആയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അല്ല പൊട്ടാഷ് കുറച്ച് ഇട്ട് കൊടുക്കണം. പൊട്ടാഷ് ഒക്കെ ഇട്ട് കൊടുത്താൽ അടുത്ത കായ്കൾ ഇതാ. ഇതിപ്പോ നമ്മള് പറിച്ചതിന്റെ ശേഷം ഉണ്ടായതാണ്. ഇതൊക്കെ നനച്ചതിന് ശേഷം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വലുപ്പം വെക്കും. പിന്നെ ഇഷ്ടം പോലെ ഇനി പൂക്കളുണ്ട്. ഈ പൂക്കൾ സെറ്റായി കിട്ടും എന്തായാലും. അപ്പൊ എന്നാല് വീഡിയോ ഇവിടെ നിർത്തല്ലേ? ഇവിടെ അബിയുടെ അബിയുടെ കൊണ്ടുവച്ചിട്ട്. അപ്പൊ എന്നാല് ഞങ്ങൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒരു ഇരിക്കാനൊന്നും ഒരു കറക്റ്റ് സ്ഥലം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒപ്പിച്ചിരിക്കലാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതാ ഒരു തൊണ്ട് ബിയ കണ്ടില്ല. പിന്നെ വീഡിയോ ഇവിടെ നിർത്തല്ലേ? ഒരു ബൈ ബൈ കൊടുക്കും. കുറേ സ്ഥലം ബൈ ബൈ ഇട്ടിട്ട് സൗണ്ട് ഒന്നും ഇല്ല, എന്നാലും ബൈ ബൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ.